ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ സ്വാ ഡയമണ്ട്സ് എന്നൊരു ബ്രാൻഡ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മലപ്പുറത്തുള്ള നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളും പിന്നെ 2 റെസിപ്പീസും ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഞങ്ങൾ കുമരകത്തു നിന്ന് വന്ന പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈസി എഗ് കറിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഴം കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കുറേ അധികം പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കേട് ഒന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴവും കൂടെ പുഴുങ്ങിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഈസി എഗ് കറി റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതവിടെ ഒരു തക്കാളി, ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് മല്ലിയില എടുത്തിട്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ഹെൽത്തിയും കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് ഒരു ചെറിയൊരു സവാള മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ 2 or 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാ മുട്ടയും തൊലി കളഞ്ഞിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. മസാലയൊക്കെ മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ മുട്ടക്കറി ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ തലേ ദിവസം വന്നപ്പോൾ ഹാഫ് കുക്കഡ് ചപ്പാത്തിയുടെ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇനാഗ്രേഷനൊക്കെ പോകാനുള്ളത് കാരണം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഹാഫ് കുക്കഡ് ചപ്പാത്തിയുടെ പാക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 11 മണിക്കാണ് കേട്ടോ ഇനാഗ്രേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10:30 10:45 ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ ലഞ്ചൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീഫെല്ലാം കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയ്ക്കും ഒന്ന് തൊലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു സാധാരണ ഒരു ബീഫ് വരട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു സവാളയാണ് എടുത്തത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ബീഫിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ച് എന്നിവ ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട്
എത്ര വിസിലാണോ ഇത്, ഞാനിപ്പോൾ ഒരു 6 വിസിലടിച്ചപ്പോഴാണ് വെന്ത് കിട്ടിയത്. ചിലതിന് 8, 10 ഒക്കെ വിസിൽ ആവശ്യമുണ്ടാവും, ചിലത് 4 വിസിലൊക്കെ മതിയാവും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇനി ചോറൊന്ന് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കുകയാണ്. അപ്പോൾ അതാ ഷേസും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഴം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ലഞ്ചിന് കറി ഉണ്ടാക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു മോര് കറിയാണ്. പിന്നെ അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ പുളിക്കനുസരിച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വറവിടേണ്ട ഒരു ആവശ്യമുള്ളൂ. ഇതാ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായപ്പോഴതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉലുവ, 1/2 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈസി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണിത്. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയിടണം. വെള്ളം അവിടെ അപ്പുറത്ത് തിളച്ചിട്ടുണ്ട്. ഇനി വേഗത്തിൽ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുവിധം ജോലികളെല്ലാം തീർന്നു. അപ്പോൾ ഞാൻ വേഗത്തിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോഴേക്കും അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തെർമൽ കുക്കറിലേക്ക് മാറ്റി. ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് ചോറ് റെഡി ആയിക്കോളും. ഷെസിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇപ്പോൾ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഇനി ബീഫ് ഒന്ന് വറവിടാനുള്ളത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേദിവസം ട്രിപ്പിന് പോയി വന്നപ്പോഴത്തതൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറയണമെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിനൊക്കെ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ടേസ്റ്റ് ടൂർസ് എന്ന ഈ ചാനൽ. ഈ ചാനലിലൂടെ ഇതാണ് ഡയമണ്ട് സെക്ഷൻ. ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് ഷേസ ആയിരുന്നു കേട്ടോ. ഷേസക്ക് ക്യാമറ കൊടുത്തു.
സ്വാ ഡയമണ്ട്സിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിൽ പോയി. അവിടെയും കുറച്ചും കൂടി കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ വാച്ച് സെക്ഷനും കൂടെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പം അത് മുനിസിപ്പൽ കൗൺസിലറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും മുകളിലേക്ക് പോയി. അങ്ങനെ ഇനോഗ്രേഷൻ തീർന്നു. അപ്പോൾ അവിടെ നമ്മളുടെ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പറ്റി, അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ മലപ്പുറത്തുള്ളവരൊക്കെ ഒന്ന് നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒന്ന് ചെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജ്വല്ലറീസ് കൂടാതെ അവിടെ വാച്ചും അതുപോലെ ഊത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി ഉമ്മയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ഞങ്ങളും പരിചയപ്പെടുന്നത്. അവസാനമായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ടേസ്റ്റ് ടൂർസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തയായ ഷബന അസ്കറിനെ എനിക്ക് മൈക്ക് ഞാൻ കൈമാറുകയാണ്. നമുക്കൊരു പുതിയ ടേസ്റ്റി ഭക്ഷണം ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു ഈ സ്വാ ഡയമണ്ട്സിൻ്റെ ഇനോഗ്രേഷൻ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അതിലെ എല്ലാ പാർട്ട്നേഴ്സിനും അതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിലും അതിലേറെ സന്തോഷം. ഇങ്ങനൊരു അവസരം കിട്ടിയത്, ഇങ്ങനൊരു ഇനോഗ്രേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചത്. പിന്നെ പുതിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഓവർ വേണ്ട, പെട്ടെന്ന് ജെൻസിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ലേഡീസ് എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്ന. ഞാൻ എൻ്റെ ഏതൊരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എഗ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തതുണ്ടാവില്ല. ഒരുവിധം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അറിയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊരു മൈദപ്പൊടി വെച്ചിട്ടൊരു ദോശയും ഉണ്ടാക്കി അത് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയിലയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബാറ്ററിൽ മുക്കിയിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് ബോക്സ് റെഡിയായി. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് ഒന്നും എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടില്ലേ നിങ്ങൾ, നല്ല തിരക്കുണ്ട്. അപ്പോൾ അവസാനമായിട്ട് അവരെനിക്ക് അവരുടെ വകയൊരു മൊമെൻറ്റോയും കൂടെ തന്നു.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് പേരുടെ കൂടെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഇവരെല്ലാം നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. ഇത് സോ ഡയമണ്ട്സിൻ്റെ ഫസ്റ്റ് പർച്ചേസ് നമ്മൾ കൈമാറുകയാണ്. ഷെസിനും ഷെയ്സും ഈ ബോളിൽ കടന്നിട്ട് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ പ്രോഗ്രാം എല്ലാം തീർന്ന് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നസീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങളവിടെ എത്താനായപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ അവിടെ വഴിയിൽ പള്ളിയിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കിച്ചണിൽ വന്നു. ഇനി ബീഫ് ഒന്ന് വറവിടാനുണ്ട്. അപ്പോൾ ബീഫ് ഇതാ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇതാ നമ്മൾ പോയ സമയത്ത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.